സ്നേഹമുള്ള ദൈവമക്കളെ, ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന ഒരു പുതിയ പരമ്പര ഗുഡ്നസ് ടി വിയിൽ സമാരംഭിക്കുകയാണ്. ഈ പരമ്പര ആരംഭിക്കാനായിട്ട് ആശംസകൾ നൽകുന്നതിൽ എനിക്കതിയായ ആനന്ദവും അഭിമാനവുമുണ്ട്. ഇന്നും സുവിശേഷം ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. അവരെക്കുറിച്ചുള്ള ഒരു പരമ്പരയാണിത്. ഈ പരമ്പര ഒരുപാട് ദൈവാനുഗ്രഹത്തിന് കാരണമാകുമെന്ന് എനിക്ക് ദൃഢവിശ്വാസമുണ്ട്. ദൈവത്തിൻ്റെ കരം പിടിച്ച് പരിശുദ്ധാത്മ പ്രചോദനമനുസരിച്ച് സുവിശേഷം ജീവിക്കുന്ന ദൈവമക്കളെ കണ്ടെടുക്കാനും അവരുടെ ജീവിതത്തിൻ്റെ പരിമളം ഭവനം മുഴുവൻ പരിമളമാകുന്നതിന്, സർവ്വമനുഷ്യർക്കും പ്രചോദനമാകുന്നതിന് ഈ പരമ്പര സഹായിക്കട്ടെ. ഈ പരമ്പരയിലെ പണിയെടുക്കുന്ന സർവർക്കും, ഇത് വിശ്വാസത്തോടെ കാണുന്ന പ്രേക്ഷകർക്കും, ഇത് സംപ്രേഷണം ചെയ്യുന്ന ഗുഡ്നസ് ടി വിക്കും ഞാൻ ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അവിടുത്തെ കരങ്ങളിലെ ശ്രേഷ്ഠമായ ഉപകരണങ്ങളാക്കി തീർക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന പ്രോഗ്രാമിൽ ഇന്ന് നാം കണ്ടുമുട്ടുന്നത് തൃശ്ശൂർ അതിരൂപതയുടെ സഹായമിത്രാനായ അഭിവന്യ മാർ തട്ടിൽ പിതാവാണ്. പിതാവിന് സ്വാഗതം. പിതാവെ, ഒരു മെത്രാൻ എന്ന നിലയിലും ഒരു വൈദികൻ എന്ന നിലയിലും ഇന്ന് ഒരു അപ്പസ്തോലിക് വിസിറ്റേറ്റർ എന്ന നിലയിലും കേരള കത്തോലിക്ക സഭയുടെ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ ചെയർമാൻ എന്ന നിലയിലും വളരെ സ്തുത്യർഹമായ സേവനമാണ് പിതാവ് കാഴ്ചവെക്കുന്നത്. കേരളത്തിലെ എല്ലാ അൽമായർക്കും സന്യാസ്തർക്കും വൈദികർക്കും എല്ലാവർക്കും പിതാവ് എന്നൊരു പ്രചോദനമാണ്. മാത്രമല്ല ഒത്തിരി പ്രശംസിക്കപ്പെടുന്ന ഒരു നല്ല ഇടയനാണ്. ഇതിനെല്ലാം പ്രചോദനമായി നിൽക്കുന്ന ഘടകമൊന്ന് വിശദീകരിക്കാവോ? സ്നേഹമുള്ള ജോജു, എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ വളരെ സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യനാണ്. തൃശ്ശൂർ പട്ടണത്തിലെ ഏറ്റവും പാവപ്പെട്ട ഒരു വീട്ടിൽ ജനിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ അപ്പൻ 1.5 വയസ്സിൽ മരിച്ചു പോയിട്ടുണ്ട്. 10 മക്കളെ വളർത്താൻ എൻ്റെ പാവപ്പെട്ട അമ്മ നടത്തിയ കഷ്ടപ്പാടുകളും പാടുപീടുകളും എനിക്ക് വികാരവായ്പോടുകൂടെ മാത്രമേ ഓർക്കാൻ കഴിയുള്ളൂ. സെൻറ്റ് തോമസിൽ പഠിക്കുന്ന കാലത്ത് ഫീസ് കൊടുക്കാൻ ഗതിയില്ലാത്തതിൻ്റെ പേരിൽ എല്ലാ മാസം 31-ാം തീയതി ഞാൻ ക്ലാസ്സിൽ നിന്ന് വരാന്തയിലാണ്. എന്നെപ്പോലെ കഷ്ടപ്പാടുകൾ സഹിച്ചൊരു മനുഷ്യൻ എനിക്കറിഞ്ഞുകൂടെ ചെറുപ്പകാലത്തുണ്ടാകാൻ വഴിയില്ല. ഞാനൊരു ദിവസം വരാന്തയിൽ നിൽക്കുമ്പോൾ അന്നത്തെ പ്രധാന അധ്യാപകൻ എന്നെ കണ്ടുമുട്ടി. ഞാൻ പേടിച്ചരണ്ടു പോയി. ക്ലാസ്സിൽ കയറാതെ നിൽക്കുന്ന എന്നെ പുറത്ത് വിടുമെന്ന് ഞാൻ കരുതി. സാറ് ചോദിച്ചു, എന്തൊരു താൻ വരാന്തയിൽ നിൽക്കണേ? ഞാൻ പറഞ്ഞു, സാറേ ഫീസ് കൊടുത്തിട്ടില്ല. അദ്ദേഹം എന്നെ ഇറക്കി വിട്ടില്ല. അല്പസമയങ്ങൾക്ക് ശേഷം പ്യൂൺ വന്നിട്ട് എന്നോട് ഒരു സാറ് വിളിക്കുന്നുണ്ടെന്ന്. എൻ്റെ മനസ്സിൽ ആ സാറിനോട് കടപ്പാട് തോന്നി. കാരണം പരസ്യമായിട്ട് അപമാനിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് രഹസ്യമായിട്ട് എന്നെ വിളിച്ച് വീട്ടിൽ വിടാൻ പോവാമെന്ന്. സാർ എന്നോട് ചോദിച്ചോളൂ, താൻ നന്നായിട്ട് പഠിക്കും? ഞാൻ പറഞ്ഞു, സാറേ ഞാൻ കുട്ടിയെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, ഗതിയില്ലാത്ത കുടുംബത്തിൽ നിന്നാണ്. സാറ് ചോദിച്ചു, താൻ പഠിച്ച് വലുതാവുമ്പോൾ നല്ല കുട്ടിയാകുമോ? ഞാൻ ആയിക്കോളാം. പക്ഷെ അവിടെയാണ് എൻ്റെ ആരംഭം. ഇന്ന് അതേ സ്ഥാപനത്തിൻ്റെ മാനേജറായിട്ട് ഞാൻ ജോലി ചെയ്യാം. ദൈവം എത്ര വലിയവനാണെന്നുള്ളതിന് വേറെ എന്ത് തെളിവാണ് വേണ്ടേ? ഒരുപക്ഷെ ജോജു ചോദിച്ച ചോദ്യത്തിന് എൻ്റെ മറുപടി ഇതാണ്. അപ്പം വർദ്ധിപ്പിക്കാനായിട്ട് ജനക്കൂട്ടത്തെ കണ്ട് അലിവ് തോന്നിയ ഈശോ ചോദിക്കുന്നുണ്ട്, നാം ഇവർക്ക് എവിടെ നിന്ന് ഭക്ഷിക്കാൻ കൊടുക്കും? അപ്പസ്തലന്മാർ പറഞ്ഞു, സ്ഥലം വിജനമാണ്, ജനം
ഒരു പ്രളയമാണ്, ബഡ്ജറ്റ് കാലിയാണ്. അതുകൊണ്ട് ഇവരെ ബോധമുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വിടുന്നത് നല്ലത്. പക്ഷെ കർത്താവ് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? ആരുടെ കയ്യിൽ അപ്പമില്ലായിരുന്നു. പക്ഷേ പീലിപ്പോസ് വിളിച്ചു പറഞ്ഞു, ഈ പിന്നാമ്പുറത്തൊരു പിഞ്ചു ബാലിനിരിപ്പുണ്ട്, അവൻ്റെ കയ്യിൽ 5 ബാർലിയപ്പോ 2 മീനുമുണ്ട്. ആ കുഞ്ഞിനെ കൊണ്ടുവരാൻ കർത്താവ് പറഞ്ഞു. ആ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് 5 ബാർലിയപ്പോ 2 ചെറുമീനും അത് വാങ്ങിച്ചെടുത്തുയർത്തി വാഴ്ത്തി വിഭജിച്ചു. അതെല്ലാവർക്കും കൊടുത്തു. ജനങ്ങളെ പന്തികളിലാക്കിയിരുത്തി എല്ലാവർക്കും അത് വിതരണം ചെയ്തു. എല്ലാവരും തിന്ന് തൃപ്തരായി എന്നാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യന് ഭക്ഷണം കൊടുത്ത് തൃപ്തി വരുത്താൻ എളുപ്പമല്ല. കർത്താവ് പറയും, ബാക്കി വന്ന കഷ്ണങ്ങൾ ഒന്നും നഷ്ടപ്പെടാതെ കൊട്ടകളിൽ ശേഖരിക്കുക, 12 കൊട്ട നിറയും. എൻ്റെ ജീവിതത്തിൽ അത് വലിയൊരു ആദർശമാണ്. എൻ്റെ അപ്പം ബാർലിയപ്പമാണ്, എൻ്റെ മീൻ ചെറുതാണ്. പക്ഷെ അത് കർത്താവ് എടുത്തുയർത്താൻ ഞാൻ കൊടുത്താൽ, അത് മുറിച്ചാൽ അത് പലർക്കും അനുഗ്രഹമാകും. പക്ഷെ എൻ്റെ പൗരോഹിത്യ ജീവിതം 34 വർഷമായി. കൈമുതലും മുതൽ മുടക്കും എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ എന്നും എൻ്റെ കഴിവുകൾ കർത്താവിൻ്റെ കഴിവുകളിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. കർത്താവ് അതെടുത്ത് ഉയർത്തിയിട്ടുണ്ട്, മുറിച്ചിട്ടുണ്ട്, അത് പലർക്കും പങ്കിട്ട് കൊടുത്തിട്ടുണ്ട്. ജോജു നേരത്തെ പറഞ്ഞ ലിസ്റ്റ് എൻ്റെ സ്ഥാനങ്ങളാണ്. ആ സ്ഥാനങ്ങൾ കൊണ്ട് പ്രചോദനം കിട്ടിയവരുടെ ലിസ്റ്റാണ് രണ്ടാമത് പറഞ്ഞത്. ഇത് രണ്ടും ഞാനല്ല ചെയ്തിരിക്കുന്നത്, ഇത് രണ്ടും കർത്താവിൻ്റെ അത്ഭുതമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രചോദനം ഒന്ന് മാത്രമേ ഉള്ളൂ, കർത്താവിന് ആവശ്യമുള്ളിടത്തോളം എന്നെ മുറിക്കാൻ, പങ്കിട്ട് കൊടുക്കാൻ, എല്ലാവർക്കും തൃപ്തി വരുത്താൻ കർത്താവ് ഉപയോഗിക്കട്ടെ. ഞാൻ മെത്രാനായപ്പോൾ എന്ത് മുദ്രാവാക്യം എടുക്കണ്ടേന്ന് എന്നോട് ചോദിച്ചവരുണ്ട്. ഞാൻ എടുത്ത മുദ്രാവാക്യം എന്താണെന്നറിയാമോ? ടു ബി ബ്രോക്കൺ ആൻഡ് ടു ബി ഗിവൺ. കർത്താവ് എന്നെ മുറിക്കണം, കർത്താവ് എല്ലാവർക്കും എന്നെ കൊടുക്കണം. എൻ്റെ പ്രചോദനം അതുമാത്രമാണ്. പിതാവേ, ഇന്നത്തെ വെല്ലുവിളി നിറഞ്ഞ ജീവിത കാലഘട്ടത്തിൽ നല്ലൊരു ക്രിസ്തു അനുയായിയാകാൻ പിതാവ് ആത്മായ പ്രേക്ഷകർക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ആ ചോദ്യത്തിന് എൻ്റെ മറുപടി വളരെ ലളിതമാണ്. കർത്താവ് വിളിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ കൈകളിലെ ഉപകരണമാകാനാണ്. ഓരോരുത്തർക്കും ഓരോ റോളാണ്. അപ്പോസ്തലനായ പൗലോസ് കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിലെ ക്രിസ്തു ശിരസും നിങ്ങൾ അവയവങ്ങളുമാണ്. എല്ലാ അവയവങ്ങളും ഒരുപോലെയാണ്. കൈയിൻ്റെ ദൗത്യമല്ല കാലിൻ്റേത്, കാലിൻ്റെ ദൗത്യമല്ല കണ്ണിൻ്റെ, കണ്ണിൻ്റെ ദൗത്യമല്ല ലങ്സിൻ്റെ. നമ്മളാണ് പലപ്പോഴും മാനുഷികമായിട്ട് സ്ഥാനമാനങ്ങൾ കൊണ്ട് ജനങ്ങളെ പല ഗ്രൂപ്പുകളാക്കുന്നത്. മെത്രാനാണ് ഏറ്റവും വലിയ സ്ഥാനം, അച്ഛനാണ് അതിൻ്റെ താഴെക്കണ്ട സ്ഥാനം, കന്യാസ്ത്രീക്കാണ് അതിൻ്റെ താഴെ, അൽമായനാണ് ഏറ്റവും ഒടുവിൽ. അത് നമ്മുടെ ചിന്താഗതിയാണ്. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ദൗത്യമുണ്ട്, എല്ലാവർക്കും ദൗത്യമുണ്ട്. ഇപ്പോൾ ഈ സംപ്രേഷണത്തിന് തൊട്ട് മുൻപ് എന്നെ മേക്കപ്പ് ചെയ്തു. ഒരുപക്ഷെ നിങ്ങൾ ഇപ്പം കാണുന്ന ഭംഗി എനിക്ക് സത്യത്തിലില്ല. പലരും എന്നെ കാണുമ്പോൾ പറയാറുണ്ട് അത്. പിതാവിന് ടെലിവിഷനിൽ കണ്ടിട്ട് ഇപ്പോൾ കാണുമ്പോൾ ടെലിവിഷനിൽ കാണുന്ന കൂടുതൽ ചന്തം സത്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ എന്നെ മിനുക്കിയ ആ സഹോദരൻ ആരും കാണാത്തൊരു ജോലിയാണ് ചെയ്തത്. പക്ഷെ അതാണ് ഈ സംപ്രേഷണത്തെ മനോഹരമാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അൽമായരോട് പറയാനുള്ളത്, നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടേതായിട്ടുള്ളൊരു ദൗത്യമുണ്ട്. അതൊരു അപ്പനാകാം, ഒരു പ്രേക്ഷിതനാകാം, ഒരു ഉദ്യോഗസ്ഥനാകാം, ഒരു കോളേജ് അധ്യാപകനാകാം. നിങ്ങളുടെ മണ്ഡലം ഏതാണോ, നിങ്ങളുടെ മേഖല ഏതാണോ, അവിടെ ദൈവത്തിൻ്റെ കൈകളിലെ നിങ്ങൾ ഉപകരണമാണ്.
എത്രയോ ഡോക്ടർമാരുണ്ട്. ആ ഡോക്ടർമാരെ അവരുടെ ഒരു പ്രൊഫഷൻ നിർവഹിക്കുക മാത്രമല്ല, അവരുടെ പ്രൊഫഷനിലൂടെ ദൈവത്തിൻ്റെ സൗഖ്യത്തിലെ ഒരു കൂട്ടുവേലക്കാരാവാണ്. അൽഫോൺസ് നിങ്ങൾക്കറിയാം, എത്രയോ വലിയ ഗായകനാണ്. പക്ഷെ അൽഫോൺസ് ഒരിക്കലേ 30,000-ഓളം വരുന്ന തൃശ്ശൂർ യുവജനങ്ങളോട് പറഞ്ഞു, ഞാൻ ഏത് സിനിമയ്ക്ക് പാടിയാലും എനിക്കൊരു നിയോഗമുണ്ട്, അത് കർത്താവിൻ്റെ മഹത്വമാണ്, ദൈവജനത്തിൻ്റെ ആത്മീയമായ ഉണർവാണ്. പണത്തിന് വേണ്ടി ഞാൻ പാടാറില്ല. അൽഫോൺസ് ചെയ്യുന്നത് അവൻ്റെ ദൗത്യമാണ്. അൽഫോൺസിനെ പോലെ എനിക്ക് പാടാൻ കഴിയില്ല. ഞാൻ പ്രസംഗിക്കുന്നത് പോലെ അൽഫോൺസ് ഒരു പക്ഷെ പ്രസംഗിക്കില്ല. ഞാനും നിങ്ങളൊക്കെ വ്യത്യസ്ത റോളുകളിലാണ് സ്റ്റേജിൽ അഭിനയിക്കുന്നത്. ഈ റോളുകളെ തക്ക വിധത്തിൽ സംയോജിപ്പിച്ച് ഈ സംപ്രേഷണം പൂർത്തിയാക്കുന്നത് കർത്താവാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത്, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ്. എനിക്ക് അൽമാരോടൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് പള്ളിയിൽ പോകലും നേർച്ചയിടലും മാത്രമാണ് ജോലി എന്ന് നിങ്ങൾ ധരിക്കരുത്. എന്നെപ്പോലെയും മാർപ്പാപ്പയെപ്പോലെയും ഒക്കെ നിങ്ങൾക്ക് ദൗത്യമുണ്ട്. ആ ദൗത്യം നിസ്സാരവുമല്ല. പലപ്പോഴും ആ ദൗത്യം നിങ്ങൾ നിർവഹിക്കാത്തതിൻ്റെ പേരിൽ സഭയുടെ ദൗത്യം, കർത്താവിൻ്റെ ദൗത്യം വേണ്ടതുപോലെ പ്രസക്തമാകുന്നില്ല. പിതാവേ, ഓരോ ക്രിസ്ത്യാനിയും യേശുവിൻ്റെ അപ്പസ്തലന്മാരാണ്. അപ്പോൾ അനുദിന ജീവിതത്തിൽ ഈ അപ്പസ്തോലിക ധർമ്മം എങ്ങനെയാണ് നിർവഹിക്കപ്പെടേണ്ടത്? മത്തായിയുടെ സുവിശേഷത്തിലെ 21-ാമത്തെ അധ്യായത്തിലെ 1 തുടങ്ങി 11 വരെ ഒരു സംഭവമുണ്ട്. യേശുവിന് ജെറൂസലേമിലേക്ക് പോകണം. അവസാനത്തെ പോക്ക, മരണം മുന്നിൽ കണ്ടുള്ള യാത്രയാണ്. കർത്താവിനൊരു കൊതി ഉണ്ടായിരുന്നു, ദാവീദിൻ്റെ സിംഹാസനാവകാശി ആർഭാടമായിട്ട് പോകണമെന്ന്. മാർഗമൊന്നുമില്ലായിരുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു വീടിൻ്റെ മുറ്റത്ത് ഒരു കഴുതയും കഴുതക്കുട്ടിയും കെട്ടിയിട്ട് കാണും. ആരും കയറിയിട്ടില്ല. നിങ്ങളതിനഴിക്കണം. ഉടമസ്ഥൻ വന്നിട്ട് ചോദിക്കും, ഞങ്ങളുടെ തറവാട്ട് സ്വത്ത് എന്താ അഴിക്കണേ? കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവ് ജെറൂസലേമിലേക്ക് പ്രവേശിച്ചത് കഴുതപ്പുറത്താണ്. എനിക്ക് നമ്മോട് പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്കൊക്കെ തന്നിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്, കർത്താവിനെ ചുമക്കുക. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓരോ സ്ഥലവുമുണ്ട്, അത് ജെറൂസലേമാണ്. എനിക്കൊരു വീട്ടമ്മയെ അറിയാം. 18 വയസ്സിൽ അവൾ കല്യാണം കഴിഞ്ഞതാ. 3 മാസം കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഒരു അപകടത്തിൽ വീട്ടിൽ തളർന്നു കിടന്നു. 25 വർഷമായി ഭർത്താവിനോട് ശുശ്രൂഷിക്കുന്നു. മലമൂത്ര വിസർജനങ്ങൾ അവൾ എടുത്തു മാറ്റണം. അവളുടെ ജീവിതത്തിലെ ദാമ്പത്യ സുഖം ലൈംഗികതയല്ല. അവള് ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നത് അതൊരു സുവിശേഷ പ്രവർത്തനമാണ്. ഒരമ്മ കുടുംബത്തെ പോറ്റുന്നത്, എൻ്റെ പൊന്നമ്മ അപ്പം മരിച്ചിട്ട് ഞങ്ങൾ 10 പേരെ പോറ്റി വളർത്തിയത് ഞാൻ പറഞ്ഞു. അതൊരു സുവിശേഷ പ്രവർത്തനമാണ്. ഞാനൊരു വൈദികനായത് ഒരുപക്ഷെ എൻ്റെ അമ്മ എന്നിലെ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ ഈശോയുടെ പുരോഹിതനാകണമെന്നുള്ള വിത്ത് പാകിയതുകൊണ്ടാണ്. അത് നനയ്ക്കാൻ ഒരുപക്ഷെ സഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടാകാം, പക്ഷെ ആ വിത്ത് വീട്ടിൽ നിന്നാണ്. കോളേജ് അധ്യാപകരുണ്ട്, നിങ്ങൾ ഇക്കണോമിക്സും കോമേഴ്സൊക്കെ പഠിപ്പിക്കുന്നേ, പക്ഷെ എല്ലാ വിഷയവും നിങ്ങൾ പഠിപ്പിക്കുന്നത് അറിവ് കൊടുക്കാനല്ല, തിരിച്ചറിവ് കൊടുക്കാനാ. എന്നെ കണക്ക് പഠിപ്പിച്ച ഒരു ഇറ്റച്ച മാഷുണ്ട്, എപ്പോഴും എന്നോട് പറയാറുണ്ട്, എടാ പിള്ളേരെ കണക്ക് വിഷമമാണ്. എന്താണെന്നറിയാമോ കണക്ക് വിഷമം? കണക്ക് പഠിച്ചാൽ ജീവിതത്തിൻ്റെ കണക്ക് തെറ്റില്ല. മാഷ് കണക്ക് പഠിപ്പിച്ചത് കാറ്റഗീസമായിട്ടാണ്. നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഒരു CL ജോസ് ഉണ്ട്, ഒരുപാട് നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. CL ജോസിന് ഷെവിലർ സ്ഥാനം കൊടുത്ത് സഭ ആദരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു നാടകവും എഴുതിയത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, സുവിശേഷം
ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഭൂമിയിലെ മാലാക, മണൽക്കാട്, അതിൻ്റെയൊക്കെ പിറകുള്ള പ്രമേയങ്ങൾ മുഴുവൻ സുവിശേഷമാണ്. അദ്ദേഹം ഒരു നാടകകൃത്ത് എന്ന നിലയ്ക്ക് അപ്പസ്തോലനാണ്. എനിക്കറിയാവുന്ന ഒരുപാട് ഡോക്ടർമാരുണ്ട്. രോഗികളോട് പറയും, ദ ഡോക്ടർ ആൻഡ് മെഡിസിൻ ക്യാൻ ഗോ ഓൺലി ഹാഫ് ദ വേ, ഗോഡ് അലോൺ ക്യാൻ ഗോ ഹോൾ ദ വേ. വൈദ്യർക്കും മരുന്നിനും പകുതി വഴിയേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ രോഗികൾക്ക് സർജറി നടത്തുന്നതിന് മുമ്പ് ഡോക്ടർമാർ പറയുന്നത് കേട്ടിട്ടുണ്ടോ? പ്രാർത്ഥിച്ചോളൂ, ഞാൻ തമ്പുരാൻ്റെ കയ്യിൽ ഒരു ഉപകരണമാണ്. എല്ലാവർക്കും സുവിശേഷം പ്രസംഗിക്കാൻ അവസരമുണ്ട്. അത് ചുമട്ട് തൊഴിലാളിക്കുണ്ട്. നമ്മുടെ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിലെ ചുമട്ട് തൊഴിലാളികളാണ് കഴിഞ്ഞ 19 വർഷമായിട്ട് ദൈവശബ്ദം നടത്തിയത്. ഒരു സഭ അവരുടെ പിറകിലില്ല. അവർ നടത്തുന്ന സ്റ്റേജിൽ സഭ കയറി പ്രസംഗിക്കുന്നു മാത്രം. സ്റ്റേജ് ഒരുക്കുന്നവരാ, അതിനു വേണ്ട സന്നാഹങ്ങൾ ഒരുക്കുന്നവരാ. ചുമട്ട് തൊഴിലാളിക്കും ഒരു പ്രേക്ഷിത പ്രവർത്തനമുണ്ട്. വചനകൂടാരം എന്ന് പറഞ്ഞൊരു ഓട്ടോറിക്ഷ ഇവിടെ ഓടുന്നുണ്ട്. ഞാൻ അവൻ്റെ ഓട്ടോറിക്ഷ ഒരിക്കൽ പോയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ തൊട്ട് അരമന വരെ അവൻ എന്നോട് സുവിശേഷം പ്രസംഗിച്ചു. പക്ഷെ അവൻ എന്നോട് പറഞ്ഞു, മൈക്ക് കിട്ടി എനിക്ക് പ്രസംഗിക്കാൻ അറിയാൻ പാടില്ല, പക്ഷെ ഓട്ടോറിക്ഷ ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ വണ്ടികളെ പിറകിലിരിക്കുന്നതോട് ഞാൻ സുവിശേഷം പ്രസംഗിക്കും. സ്നേഹമുള്ളവരെ, നമുക്ക് സുവിശേഷമാകാം. ഈ നോബട്ടമ്മ മരത്താക്കരയുണ്ട്, 19 കൊല്ലം കിടന്ന കിടപ്പ. പക്ഷെ ഒരുപാട് പേരോട് സുവിശേഷം പ്രസംഗിച്ചമ്മ. അതുകൊണ്ട് രോഗികൾക്ക്, പ്രൊഫഷണൽസിനെ, വക്കീൽമാർക്ക് എല്ലാവർക്കും സുവിശേഷം പ്രസംഗിക്കാൻ അവസരമുണ്ട്. അത് അൽമായൻ ഉപയോഗിക്കണം. പള്ളിയിൽ വന്നിട്ട് മൂട്ടിലെ പൊടിയും തട്ടി വീട്ടിൽ പോകുന്ന ഒരു സൂക്കേട്, അതാണ് കുഴപ്പം. അത് നിർത്തുക. സുവിശേഷം പ്രസംഗിക്കാൻ എല്ലാ അവസരങ്ങളും പ്രയോഗിക്കുക. സാമാന്യ ജനങ്ങളുടെ നിത്യജീവിതത്തിൽ യേശുനാമത്തിനുള്ള പ്രസക്തി ഒന്ന് പറയുമോ? യേശു എന്ന വാക്കിൻ്റെ അർത്ഥം കൃത്യമായിട്ട് സുവിശേഷം തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 21-ാമത്തെ തിരുവചനം. യൗസേപ്പിനോട് മാലാഖ പറയുന്നുണ്ട്, നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ യേശു എന്ന് പേരിടണം. ആ വാക്കിൻ്റെ അർത്ഥം മാലാഖ തന്നെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അവൻ സർവ മനുഷ്യരെയും അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. സൗഖ്യദായകൻ. പാപങ്ങൾ എന്ന് പറയുന്നത് രോഗങ്ങളാണ്. എല്ലാവർക്കും സൗഖ്യം നൽകുന്നവൻ. ആത്മീയമായ സൗഖ്യം, ശാരീരികമായ സൗഖ്യം. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് അഭിവൃദ്ധിയാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്, സംതൃപ്തിയാണ്. യേശു എന്ന പേരിൻ്റെ അർത്ഥം അതാണ്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം നൽകുന്നവൻ, നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി നൽകുന്നവൻ, നിങ്ങൾക്കെല്ലാവർക്കും സംതൃപ്തി നൽകുന്നവൻ. അതുകൊണ്ട് തന്നെയാണ് യേശു എന്ന പേര് രക്ഷാകരമാകുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞില്ല, അവൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമം ഈ ലോകത്തിൽ നൽകപ്പെട്ടിട്ടില്ല രക്ഷയ്ക്കായിട്ട്. എല്ലാവർക്കും രക്ഷ അത് നൽകാൻ അവൻ്റെ നാമമാണ്. അത് ദൈവം നൽകിയ നാമമാണ്. അത് ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് തന്നെ എനിക്കെല്ലാവരോടും പറയാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്നെ കാണാൻ വരുന്ന എല്ലാവരോടും ഞാൻ പറയാറുണ്ട്. എന്നെ കാണാൻ ഹൈന്ദവർ വരാറുണ്ട്, മക്കളില്ലാത്തവർ വരാറുണ്ട്, ദാരിദ്ര്യത്തിൻ്റെ പാതാളത്തിൽ കഴിയുന്നവർ വരാറുണ്ട്. ഞാൻ അവരോട് പറയാറുണ്ട്, പൊന്നോ വെള്ളിയോ എനിക്ക് തരാനില്ല. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമം നിങ്ങൾ വിളിച്ചപേക്ഷിച്ചാലേ നിങ്ങൾക്ക് സന്തോഷം കിട്ടും, നിങ്ങൾക്ക് സമാധാനം കിട്ടും, നിങ്ങൾക്ക് രക്ഷ കിട്ടും. അവൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമം രക്ഷയ്ക്കില്ലെന്ന് തിരിച്ചറിയുക. അവൻ്റെ നാമമാണ് രക്ഷാകരം.
നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നമ്മുടെ മനസ്സുകളെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. ദിനവൃത്താന്തത്തിൻ്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 15-ാം തിരുവചനം. ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും എന്നും ജാഗരൂകമായിരിക്കും. പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ സമയം നമുക്ക് അനുഭവിച്ചറിയാം. ഇതാ കർത്താവ് നമ്മോടുകൂടെ. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ അപ്പസ്തോലനാകാനുള്ള വിളിയെക്കുറിച്ച് നമ്മൾ ശ്രവിച്ചു. അപ്പസ്തോലനാവുക എന്ന് വെച്ചാൽ അയക്കപ്പെടുക, പ്രത്യേക ദൗത്യത്തിനായി നിയോഗിക്കപ്പെടുക എന്നുള്ളതാണ്. സാധാരണ പാവപ്പെട്ട മനുഷ്യരെ ശിഷ്യരായി അപ്പസ്തോലന്മാരായ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടെ വിവിധ സ്ഥലങ്ങളിലേക്ക്, വിവിധ മേഖലകളിലേക്ക് അവർ അയക്കപ്പെടുന്നു, പ്രത്യേക ദൗത്യത്തിനായിട്ട് നിയോഗിക്കപ്പെടുന്നു. തമ്പുരാൻ്റെ സന്നിധിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യത്തെക്കുറിച്ച്, വിളിയെക്കുറിച്ച് നമുക്ക് അവബോധമുള്ളവരാകാം. കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ കർത്താവിന് ഭരമേൽപ്പിക്കാം. പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ മനസ്സിൽ കണ്ട് അപ്പസ്തോല ഗണത്തോട് ചേർന്ന്, സകല വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന്, ശ്ലീഹന്മാരുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് ഈ സമയം നമ്മളും പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്നത് ദൈവാത്മാവിനാൽ, ദൈവീക ശക്തിയാൽ, ദൈവീക കൃപയാൽ നിറയ്ക്കപ്പെടുന്ന അവസ്ഥയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് ദൈവാത്മാവിൻ്റെ ഈ വലിയ അഭിഷേകം, ദൈവീക ശക്തിയുടെ വലിയ ആവാസം, ദൈവകൃപയുടെ വലിയ ഒഴുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലഭിക്കാൻ ആത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണേ. അപ്പസ്തോലനാകാനുള്ള വിളി, ഉത്തരവാദിത്വം, ദൗത്യം വിശ്വസ്തയോടെ നിറവേറ്റാൻ കർത്താവേ ഞങ്ങളെ ശക്തരാക്കണേ എന്ന് ഈ സമയം പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളും ദിവ്യകാരുണ്യീശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണേ. നിന്റെ ശക്തി കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഞങ്ങളായിരിക്കുന്നിടത്ത് നിനക്ക് ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങളെ അങ്ങ് അഭിഷേകം ചെയ്യണേ പരിശുദ്ധാത്മാവേ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും ചേർന്ന് ഈ സമയം ഈശോയെ സ്തുതിച്ച് ആരാധിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ നമ്മെ അനുഗ്രഹിക്കുന്ന നിമിഷമാണ്. ഈശോ നമ്മെ അഭിഷേകം ചെയ്യുന്ന നിമിഷമാണ്. ഈശോ തന്റെ വരങ്ങളും കൃപകളും ചൊരിയുന്ന നിമിഷങ്ങളാണ്. ദൈവത്തിന്റെ ആത്മാവെ ഞങ്ങളെ അഭിഷേകം ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ. ദ നെയിം ഓഫ് ജീസസിൻ്റെ 4-ാം എപ്പിസോഡ് നമ്മൾ കണ്ടു. ആ 4-ാം എപ്പിസോഡിൽ പരിചയപ്പെട്ട തൃശ്ശൂർ അതിരൂപത സഹായക മെത്രാനും കരിസ്മാറ്റിക് ചെയർമാനുമായ ആ പിതാവിനെ നമ്മൾ കണ്ടെത്തി. ആ പിതാവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോൾ വളരെ ചെറുപ്പം മുതൽ തന്നെ തൻ്റെ ജീവിതത്തിലെ ആ പാവപ്പെട്ട മനുഷ്യനായി നിന്നുകൊണ്ട് തന്നെ വലിയ മേഖലകളിലേക്ക് ആ പിതാവിനെ ദൈവം ഉയർത്തി. ആ പിതാവിൻ്റെ ലളിതമായ സംസാരവും ലളിതമായ ജീവിതശൈലിയും ഇന്ന് അനേകം മക്കൾക്ക് മാർഗദീപമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ആ ലളിതമായ സംസാര ശൈലികളിലേക്കും ലളിതമായ ജീവിത ക്രമങ്ങളിലേക്കൊക്കെ നമുക്ക് മുന്നേറാം. ഇനി നമ്മൾ
അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാൻ പോകുന്ന സഹോദരി, അതേ വേലൂർ സ്വദേശിയായ റീത്ത സഹോദരി, തൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം അത് ദൈവമഹത്വത്തിനായി ചിന്തിച്ചുകൊണ്ട് 1-ാം ക്ലാസ് പോലും പോകാത്ത സഹോദരി സ്വന്തം ഭർത്താവ് മരിക്കുകയും ഒരേ ഒരു മകൻ ആക്സിഡന്റ് പറ്റി മരിക്കുകയും ചെയ്തപ്പോഴും അടിയുറച്ച് വിശ്വസിച്ച് അതാ നിരന്തര പ്രാർത്ഥനയിലൂടെ ഇന്ന് വചന പ്രഘോഷണ മേഖലയെയും ഒപ്പം തന്നെ കൗൺസിലിംഗ് ശുശ്രൂഷ മേഖലയിലൂടെയും കടന്നു വന്ന് കേരളത്തിലും കേരളത്തിന് പുറത്തും ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുന്ന റീത്ത സഹോദരിയെ നമുക്ക് അടുത്ത ആഴ്ച പരിചയപ്പെടാം. അതുവരെ നമുക്ക് പ്രാർത്ഥിച്ച് ദൈവിക സന്ദേശത്തിനുള്ളിൽ കാതോർത്തുകൊണ്ട് നമുക്ക് ഒരുങ്ങാം. സൃഷ്ട പ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനു വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:19. ആമേൻ.